ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ചിക്കൻ പാൻ റോളാണ്. വളരെ ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. പ്രത്യേകിച്ച് ഇഫ്താർ സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. അതിന് വേണ്ടി നമുക്ക് ആദ്യം ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ചിക്കന് ബോൺലെസ് ചിക്കനാണ് വേണ്ടിയത്. ചിക്കൻ്റെ ബ്രസ്റ്റ് പീസസ് വാങ്ങാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ വാങ്ങാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ വാങ്ങുമ്പോൾ അതിൻ്റെ നല്ല പീസസ് നോക്കിയിട്ട് എടുത്തിട്ട് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അല്പം ഉപ്പും ലേശം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോഴത്തേനും ഇത് വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കട്ട്ലറ്റിനൊക്കെ വേവിക്കുന്ന പോലെ തന്നെ കണ്ടത്. ഇപ്പോൾ നല്ല വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഒരുപാട് വേവിക്കരുത്, അപ്പോൾ നമുക്കിത് പൊടിച്ചെടുക്കുമ്പോൾ ഇതാവില്ല. അപ്പോൾ ഞാനൊന്ന് കുറച്ച് പകുതി കൂടുതലെടുത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള നമ്മൾ ചെറുതായിട്ടൊരു പീസസ് ആക്കി മുറിച്ചിടണം. ഇതിപ്പോൾ എല്ലാം കൂടെ പൊടിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതെല്ലാം പൊടിക്കാതെ എല്ലാം കൂടെ വേണമെങ്കിൽ പിച്ചിട്ട് അങ്ങനെ ചെയ്യാം. എന്തായാലും പൊടിച്ചെടുക്കുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുണ്ടാവും നമുക്ക്. ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പിലേക്ക് വെച്ച് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ട് നമുക്ക് വഴറ്റിയതിന് ശേഷം 2 സവാള അരിഞ്ഞതാണ് ചെറുതായി അരിഞ്ഞത് അതൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും അല്പം കുരുമുളക് പൊടി മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് സാധാരണ ഇറച്ചിക്ക് വഴറ്റുന്ന പോലെ വഴറ്റിയെടുത്തിട്ട് നന്നായിട്ട് വഴന്നു വരുമ്പോൾ ഈ പൊടിച്ചു വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഒന്ന് വെള്ളമൊക്കെ വറ്റി വഴറ്റിയെടുക്കാൻ നല്ലതാണ്. ഈ സമയത്ത് നമുക്ക് പകുതി ക്യാപ്സിക്കം ഞാൻ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനൊപ്പം മല്ലിയിലും ചേർക്കുന്നുണ്ട്. ക്യാപ്സിക്കം നമുക്ക് നേരത്തെ തന്നെ ചേർത്ത് കൊടുക്കാത്തതാണ്, പെട്ടെന്ന് വിട്ടുപോയതാണ് ചേർക്കാൻ വേണ്ടി. അപ്പോൾ ചിക്കൻ നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. ക്യാപ്സിക്കം ഒന്നും ഒരുപാട് വേവേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമല്ലോ. അപ്പോൾ നമുക്കത് അടച്ചു വെക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്കുള്ള പാൻ കേക്ക് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഞാൻ 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 1/4 കപ്പ് കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു 1/2 കപ്പ് പാല് ചേർക്കുന്നുണ്ട്. അപ്പോൾ പാലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ പാൻ കേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ. അതുപോലെ തന്നെ ഒരു കോഴിമുട്ടയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഇതിലേക്ക് അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സിയിലേക്ക് അടിച്ചെടുക്കുക. അപ്പോൾ ആദ്യം തന്നെ അധികം വെള്ളം ഒഴിക്കരുത്. നമുക്ക് അടിച്ചതിന് ശേഷം അതിൻ്റെ അളവ് നോക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അതായത് ഒരു പാലപ്പം ഉണ്ടാക്കുന്ന ഒരു കൺസിസ്റ്റൻസിയാണിത്. അപ്പോൾ അത് നോക്കിയിട്ട് അതേപോലെ ചെയ്തു കൊടുക്കണം. ഇതുപോലെ ഒരു അളവിൽ എടുത്താൽ മതി. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ വളരെ സ്പീഡ് കൂട്ടിയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ, കാരണം നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടി. ഇനിയിപ്പോൾ ഒരു പാൻ ചൂടാക്കിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കിയാൽ മതി. ഒരു ചെറിയ തവി വെച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കട്ടി ഉറച്ചത് പരത്തിയെടുക്കാം. അത് സൈസൊക്കെ നമ്മളെ ഇഷ്ടത്തിന് ഉണ്ടാക്കാം. ചെറുതാണെങ്കിൽ ചെറിയ റോളായിട്ട് വരും, കുറച്ചും കൂടെ വലുതാണെങ്കിൽ അതുപോലെ അനുസരിച്ച് സൈസായിരിക്കും. എന്തായാലും നമുക്കിത് ചെറുതായിട്ടൊന്ന് മറിച്ചിട്ടിട്ട് അപ്പം തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിത് എടുക്കാൻ പറ്റും. ഒരുപാട് മുരിക്കേണ്ട ആവശ്യമില്ല. ഈ അളവിൽ നമുക്ക് എല്ലാം ചുട്ടെടുക്കാം. അത് കട്ടി ഉറച്ച് തന്നെ പരത്താൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ റോളിന് നല്ല കട്ടി വരും ചുരുട്ടി വരുമ്പോൾ. നമുക്ക് തീ അധികം കൂട്ടി വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കാം. അപ്പോൾ മൈദയുടെ കൂടെ പാലും കോൺഫ്ലോറും ഒരു മുട്ടയൊക്കെ ചേർക്കുന്ന കാരണം കൊണ്ട് തന്നെ ഇത് തീരെ റോൾ ചെയ്യുമ്പോൾ തീരെ പൊട്ടിപ്പോവില്ല. അപ്പോൾ ഈ അളവിൽ നമുക്ക് എല്ലാം ചുട്ടെടുക്കാം. അതായത് നല്ല കട്ടി കുറച്ചിട്ടാണ് ചുട്ടിരിക്കുന്നത് കണ്ടോ. ഈ അളവിൽ നമുക്കൊരു 10 പാൻ കേക്ക് തയ്യാറാക്കാം. നമുക്കിത് റോൾ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് ഓരോ പാൻ കേക്കും വെച്ച് കൊടുത്തിട്ട് ഒരു ചിക്കൻ മസാല അത്യാവശ്യത്തിന് വെച്ച് കൊടുക്കണം. ഓവറായിട്ട് വെക്കണ്ട. അപ്പോൾ ഇതിൻ്റെ സൈഡിലും വെക്കാതെ നോക്കാം. അപ്പോൾ 2 സൈഡും നമുക്ക് ഇതുപോലെ അല്പം മൈദ പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് 2 സൈഡ് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി ആദ്യം ഈ 2 സൈഡിൽ തേച്ച് കൊടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കാം. 2 സൈഡും ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്കിത് പതുക്കെ റോൾ ചെയ്തെടുക്കാം. എന്നിട്ട് ലാസ്റ്റ് അതിൻ്റെ ഒരു സൈഡ് നമുക്ക് മൈദ പേസ്റ്റ് വെച്ച് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അത് ഫ്രൈ ചെയ്യുമ്പോൾ തീരെ വിട്ടുപോരില്ല. നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാ റോളും തയ്യാറാക്കിയെടുക്കാം. ഇതുപോലെയൊക്കെ ഞാൻ അധികവും നോമ്പ് സമയത്താണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചധികം ഉണ്ടാക്കിയാൽ ഫ്രീസറിലേക്ക് വെച്ച് സ്റ്റോർ ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ ഫ്രൈ ചെയ്തതിന് കുറച്ച് മുമ്പായിട്ട് എടുത്ത് പുറത്ത് വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കുറച്ചും കൂടെ എളുപ്പമായിരിക്കുള്ളൂ നോമ്പിന് മുമ്പായിട്ട് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ. അപ്പോൾ എല്ലാം നമുക്ക് ഇതുപോലെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 10 ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ചിക്കൻ്റെ ഫില്ലിങ് നമുക്ക് കുറേ ബാക്കിയുണ്ട്. അപ്പോൾ ഞാനിത് വേറെ ഉണ്ടാക്കിയിട്ട് അതിൽ ഫില്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി ഉണ്ടാക്കിയത് എഗ്ഗ് വാഷ് ചെയ്തെടുക്കാം. അതിന് 2 എഗ്ഗ് എടുത്ത് ഞാനൊന്ന് ഫോർക്ക് വെച്ചൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്കിതൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. എല്ലാം അതുപോലെ തന്നെ ഡിപ്പ് ചെയ്തെടുക്കുക. ഇത് ഇങ്ങനെ ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുത്താൽ മതി. ഞാൻ കുറച്ചധികം ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 5 സ്ലൈസ് ബ്രെഡ് മതിയാവും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചധികം ഉണ്ടാക്കിയതാണ്. ഞാൻ വേറെ കുറച്ചും കൂടെ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് റോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ചിക്കന് പകരമായിട്ട് ബീഫോ അതല്ലാന്നുണ്ടെങ്കിൽ പച്ചക്കറി മാത്രമായിട്ട് ഫില്ലിങ് ഉണ്ടാക്കുക. അതല്ലെങ്കിൽ പിന്നെ ചിക്കൻ്റെ കൂടെ കുറച്ച് പച്ചക്കറിയും കൂടെ ചേർത്തിട്ട് ഫില്ലിങ് ഉണ്ടാക്കുക. ഇതൊക്കെ നമ്മളെ ഇഷ്ടത്തിന് ഉണ്ടാക്കാം. എന്തായാലും ഞാനിപ്പോൾ ഇതൊന്ന് ഉണ്ടാക്കിയതൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു എയർ ടൈറ്റ് ബോക്സ് എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മേലെ
ഞാനൊരു പാർച്ച്മെൻറ്റ് പേപ്പറിൻ്റെ പീസാണ് വെച്ച് കൊടുക്കുന്നത്. അതായത് ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാനും പിന്നെ നമുക്ക് എടുക്കുമ്പോൾ അത് എളുപ്പത്തിന് ഇത് പൊക്കിയെടുക്കുക കുറേശ്ശെ എടുത്ത് ഫ്രൈ ചെയ്യുമ്പോൾ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതല്ലാന്നുണ്ടെങ്കിൽ ഒരു ക്ലിങ് ഫിലിമിൻ്റെ ഒരു പീസ് വെച്ച് കൊടുത്താലും മതി. സിപ്ലോ കവറിൽ നമുക്ക് ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ചുകൂടെ എക്സ്ട്രാ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളൊരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത്. അത് നല്ലോണം തിളച്ചതിന് ശേഷം മാത്രം ഇത് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. എന്ത് ഫ്രൈ ചെയ്യുമ്പോഴും നമ്മൾ അങ്ങനെ എണ്ണ നല്ലോണം തിളച്ചതിന് ശേഷം ഇട്ട് കൊടുക്കണം. അപ്പോൾ നല്ലൊരു ടെക്സ്ചറായി വരുള്ളൂ. ഇപ്പോൾ ഒരു സൈഡ് മൊരിഞ്ഞതിന് ശേഷം മാത്രം നമുക്കിത് മറിച്ചിട്ട് കൊടുത്താൽ മതി. ഇതുപോലെ റോൾ ഉണ്ടാക്കിയാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കഴിക്കാനായിട്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ. പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു നോമ്പ് തുറക്കുന്നതിന് കുറച്ച് സമയം മുമ്പായിട്ട് ഇത് ഫ്രൈ ചെയ്താൽ മതി എപ്പോഴും. അപ്പോൾ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കഴിക്കാൻ പറ്റും. ഇത് ഒരുവിധം എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഞാൻ കാണിക്കുന്നത്. ഇപ്പം നമ്മുടെ റോൾസ് എല്ലാം നല്ല ബ്രൗൺ കളറായിട്ട് കണ്ട ഈ ഒരു രീതിയിൽ നമ്മൾ എടുക്കണം. അപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇപ്പം എണ്ണയൊന്നും തീരെ അധികം കുടിച്ചിട്ടുണ്ടാവില്ല. ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ഒരു ബട്ടർ പേപ്പറിലേക്ക് എടുത്ത് വെക്കാം. എൻ്റെ വെള്ളയിൽ ക്ലീനെക്സിലായാലും മതി. അപ്പോൾ എണ്ണ നന്നായിട്ടൊന്ന് വലിച്ചെടുക്കും. ഇപ്പോൾ ഞാനൊരു 5 ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളൂ. ബാക്കി ഞാൻ ഇഫ്താറിൻ്റെ സമയത്ത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. ഇതെൻ്റെ മോളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. നല്ല ക്രിസ്പിയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ടൊമാറ്റോ കെച്ചപ്പ് ഇഷ്ടമുള്ളവർക്ക് അതുപോലെ ചേർത്ത് കഴിക്കാവുന്നതാണ്. എന്തായാലും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക. അതിൻ്റെ പുതിയ റെസിപ്പി കാണുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.